ഒരു മോൾ കഥയാണ് പറയുന്നത്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിനകത്ത് രാവിലെ മുതൽ 11 നേരം വരെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടുകൊണ്ട് അവരടിയിലേക്ക് ചെല്ലുകയാണ് ജനമൈത്രി പോലീസ്. ആ മകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് അവർ ചോദിക്കുന്നു. അടുത്ത കൂടുതൽ അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാതെ അവിടെ ബസ് വരുന്നവരെ കാത്തു നിൽക്കുന്നു. ബസ് വരുമ്പോൾ അവളെ അതിലേക്ക് കയറ്റി വിടാൻ അവർ ശ്രമിക്കുന്നു. ബസ്സിൽ കയറിട്ട് തിരികെ ഇറങ്ങുമെന്ന് പറയുക, ഞാൻ ആ ബസ്സിൽ പോകുന്നില്ല. അവിടുത്തെ ആ ബസ്സിലെ കണ്ടക്ടർ ശരിയല്ല. അവൾ തിരിച്ചിറങ്ങി വന്നു. അവൾ പിന്നെ അടുത്ത ബസ് വന്നു, അതിലേക്ക് അവളെ കയറ്റി വിടാൻ നോക്കുക. അവൾ അതിൽ കയറുന്നില്ല. വൈകുന്നേരം 5 മണിയായി. രാവിലെ 8 മണി മുതൽ 5 മണി വരെ ഈ ഒരു മോളെ വാച്ച് ചെയ്തുകൊണ്ട് 2 പോലീസ് ഉദ്യോഗസ്ഥർ. അവസാനം അവൾ സഹിക്കട്ടു. അവളോട് ചോദിച്ചു, നിങ്ങൾ ആരെ കാത്തിരിക്കുക മോളോ? അവൾ പറഞ്ഞു, എന്റെ അപ്പനെ കാത്തിരിക്കുക, എന്റെ അപ്പനെ കാത്തിരിക്കുക. ഒരപ്പനെ കാത്ത്, ഒരച്ഛനെ കാത്ത് ഒരു മോൾ ഇത്രയും നേരം ഇരിക്കുമോ? ഒരു മോളെ ഒരച്ഛൻ ഇത്രയും നേരം മെനക്കെടുത്തി കാത്ത് ഇരുത്തിക്കുമോ? ആ ചിന്ത ആ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പിങ്ക് പോലീസിനെ വിളിച്ചു വരുത്തി. അവളുടെ സഹായത്തോടെ, വനിതാ എസ്ഐയുടെ സഹായത്തോടെ അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. അവളുടെ അപ്പനെ വിളിച്ചു വരുത്തി. അവളുടെ അപ്പൻ പറഞ്ഞു, ശരിയാണ്. ഇതിനിടയ്ക്ക് ഒത്തിരി കഥകളുണ്ട്. ചുരുക്കമായി ഞാൻ പറയട്ടെ. അപ്പനെ വിളിച്ചു വരുത്തി. ഒരു വലിയ വില കൂടിയ വാഹനം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നു നിന്നു. ആഠ്യത്വം കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വിലയേറിയ വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഈ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. ഇടയ്ക്ക് പല സംഭവങ്ങൾ എന്നിടത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം നിർത്തിയിട്ട് പറയട്ടെ. മോളുമായിട്ട് തിരിച്ചിറങ്ങുന്നു. ആ സമയത്ത് അപ്പൻ പറഞ്ഞു, ആ ഉദ്യോഗസ്ഥനോട് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ മോളുമായിട്ട് മടങ്ങിപ്പോയി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഉദ്യോഗസ്ഥന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അന്ന് പിടിച്ചോണ്ട് പോയ മോളിന്റെ അപ്പനാണ് ഞാൻ. അന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ സോഫ്റ്റ് ആയി. അന്നത്തെ പോലെ കഠിനമായ ശബ്ദത്തിലല്ല പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ അങ്ങനെ പെരുമാറി ക്ഷമിക്കണം. ഞാൻ പിന്നെ എങ്ങനെയാണ് പെരുമാറുന്നത് എനിക്കറിയില്ല. ഞാൻ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഗൾഫിൽ ഞാൻ വലിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. എന്റെ മോള് പഠിക്കാനായിട്ട് ഒരു ഹോസ്റ്റൽ ഞാൻ ആക്കി. അവൾ മാസം ഒരു തുക കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് അവൾ തുക ആവശ്യപ്പെട്ടു. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാനത് കൊടുത്തുകൊണ്ടിരുന്നു. മോളല്ലേ, ഇന്നുവരെ അവൾ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞു, വൈകിപ്പോയി. ഞാൻ അറിഞ്ഞു അവൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയി. അതേപോലെ സാറിന് എനിക്കൊന്ന് കാണണം. അദ്ദേഹത്തിന്റെ ചെന്നു. സാറേ, ഞാൻ 1-2 ഫോട്ടോസ് കാണിക്കാൻ പോവുകയാണ്, സാറ് കണ്ടോണം. അദ്ദേഹം ഫോൺ ഓപ്പൺ ചെയ്തിട്ട് തന്റെ ഫോണിൽ കിടക്കുന്ന കുറച്ച് ഫോട്ടോസ്, കുറച്ച് വീഡിയോ ആ പോലീസ് ഓഫീസറെ കാണിച്ചു. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും, ചിലരുടെ കയ്യിൽ ക്ലിപ്പുകൾ കിടപ്പുണ്ടാകും. ഞാൻ പറയുന്നതിനേക്കാൾ വിശദമായിട്ടാണ്, സമയമെടുത്താണ് ആ സാർ വിശദീകരിക്കുന്നത്. അവസാനം താൻ എവിടെയോ കണ്ടു മറന്ന ഒരു പെൺകുട്ടിയുടെ മുഖം ആ പോലീസ് ഓഫീസർ ആ ഫോട്ടോയിൽ കാണുകയാണ്. താൻ ആ പെണ്ണ് ചോദിച്ചു, ഇതല്ലേ കഴിഞ്ഞ 3 ദിവസം മുൻപ് ഞാൻ പിടിച്ചോണ്ട് വന്ന പെൺകുട്ടി? അതെ, അതെന്റെ മോളാണ്. ഇങ്ങനെ ഒരു പിക്ചർ, മോളെ ഈ തരത്തിലുള്ള ഒരു പിക്ചർ ഏതെങ്കിലും ഒരു അപ്പൻ ഫോണിൽ സൂക്ഷിക്കുമോ? മോളെ ഇങ്ങനെ ഒരു പിക്ചർ ഏതെങ്കിലും ഒരു അപ്പൻ തന്റെ ഫോണിൽ സൂക്ഷിക്കുമോ? അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, ഇത് കണ്ടു, ഈ ഒരു പിക്ചറാണ് എന്റെ കുടുംബത്തെ തകർക്കുന്നത്. 17 വയസ്സുള്ളവന്റെ കൂടെ മുതൽ 70 വയസ്സുകാരന്റെ പിറകെ വരെ തന്റെ അരുമ സന്താനം നടക്കുകയാണ്. തന്റെ മകളുടെ നൂൽ ബന്ധമില്ലാത്ത ഫോട്ടോ, ഫുൾ നേക്കഡായ ഫോട്ടോ ആ അപ്പൻ ആ ഓഫീസർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഓഫീസർ തന്നിലെ ആ മനുഷ്യത്വത്തിൽ, തന്നിലെ അപ്പനെന്ന വികാരത്തിൽ ആ പിതാവിനെ ആശ്വസിപ്പിച്ചു വിടുകയും താൻ ഇടപെട്ട് DNX സെന്ററിലൊക്കെ ആ കുഞ്ഞിനെ